നമസ്കാരം, ഞാൻ മൃണാട്. ആ കാണുന്ന ഹിമാലയാണ് നമ്മൾ വിമാനത്തിൽ ഭൂട്ടാനിലേക്കാണ്, പാറോ എന്ന് പറയുന്ന എയർപോർട്ടിലേക്ക്. പാറോ എയർപോർട്ട് ഒരു പാവം പഴയ എയർപോർട്ടാണ്. ഇത്രയൊക്കെ അവിടെ സൗകര്യങ്ങൾ ആവശ്യമുള്ളൂ. 2-3 ഫ്ലൈറ്റ് വരും, 2-3 ഫ്ലൈറ്റ് പോകും. ഭൂട്ടാൻ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളിൽ ഒന്നാണെന്നാണ് പറയാം. ഡിസംബർ ജാനുവരി തണുപ്പ് കാലമാണ്. ഈ ഹോട്ടലിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. പ്രകൃതിയോട് വളരെ ഇണങ്ങി ജീവിക്കുന്ന ആളുകളാണ് ഭൂട്ടാനിലുള്ളത്. അവർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ അവർ കൃഷി ചെയ്യുന്നത് പോലും ഒരു വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് പ്രകൃതിയിൽ ഉണ്ടാക്കാതെയാണ്. അധ്വാനിച്ച് ജീവിക്കുന്ന, വളരെ സന്തോഷമായിട്ട് ശാന്തരായിട്ട് നടക്കുന്ന ആളുകളെയാണ് നമുക്ക് ഭൂട്ടാനിൽ എപ്പോഴും കാണാൻ പറ്റുക. പക്ഷെ ആദ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണമാണ് ഏറ്റവും ആദ്യം. ഇന്ത്യയിലുള്ള പോലെ തന്നെയുള്ള ഭക്ഷണം ധാരാളമായിട്ട് ഭൂട്ടാനിൽ കാണാം. പക്ഷെ അവരുടേതായിട്ടുള്ള ഒരുപാട് മീറ്റിൻ്റെ ഡിഷസ് ഉണ്ട് അവിടെ. ഞങ്ങൾ 4 പേരാണ് ഒരുമിച്ച് ഭൂട്ടാനിൽ പോയത്. ഞങ്ങൾ ഈ ഫോട്ടോ എടുക്കാൻ നിന്ന് പാറ പ്രദേശത്ത് ഒരു ചെറിയ ചെറിയ കുറേ സംഭവങ്ങൾ വെച്ചിട്ട് കേട്ടോ, അത് മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് വെക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇന്ത്യൻ ബോർഡർ റോഡ് ഓർഗനൈസേഷനുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റിന്റെ പീക്ക് പോയിന്റിലേക്ക് ആണ് നമ്മൾ പോയത്. അതിലൊന്നും ആയിരുന്നില്ല അവിടെ ചെന്നപ്പോൾ ശ്രദ്ധ. നല്ല മോമോസ് കിട്ടി, ഉടനെ വാങ്ങി. പക്ഷെ എനിക്ക് കഴിക്കാൻ കിട്ടിയില്ല, അവർ കഴിച്ചു തീർത്തു. എനിക്ക് കൂടുതൽ ശ്രദ്ധ ഈ കൊടി കുത്തുന്നവരിലായിരുന്നു. ഓൾറെഡി അവിടെ ഒരുപാട് കൊടിയുണ്ട്, കുറേ മരവും ചുള്ളിക്കമ്പൊക്കെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ കുത്തി വെക്കുന്നുണ്ട്. ഇതിലൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ദൈവത്തിനുള്ള എന്തോ മെസ്സേജാണെന്നാ തോന്നുന്നത്. നമ്മൾ മനുഷ്യന്മാർ ഭൂമി അടിച്ച് കൊളാക്കി നശിപ്പിച്ചോളാം, ദൈവം ഇതിലൊന്നും ഇടപെടണ്ട എന്നുള്ള മെസ്സേജൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ഒരു പിടിയും കിട്ടിയില്ല. ഹിമാലയത്തിൻ്റെ അടുത്തായതുകൊണ്ടേ ദൈവം പെട്ടെന്ന് കാണുമല്ലോ. എല്ലാത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചല്ല, പ്രിന്റ് ചെയ്തതാണ്. ദൈവത്തിനുള്ള മുന്നറിയിപ്പായിരിക്കും ഈ ഭാഗത്തേക്കൊന്നും വരണ്ടെന്ന് പറഞ്ഞിട്ട്. എന്തായാലും കുന്നിൻ്റെ മുകളിൽ നിന്ന് കഷ്ടപ്പെട്ട് താഴോട്ട് ഇറങ്ങി. അപ്പോഴാണ് അരുവിയൊക്കെ ഫ്രീസ് ചെയ്ത പോലെ കാണപ്പെട്ടത്. ഇതാണ് പാറോ എയർപോർട്ട്. ഇവിടെ നിന്നുള്ള ഫ്ലൈറ്റ് ടേക്ക് ഓഫിൻ്റെ വീഡിയോ യൂട്യൂബിൽ ഉണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഭീകരത മനസ്സിലാവും. പിന്നെയും വിശന്ന അപ്പോൾ ഭക്ഷണം കഴിക്കണമല്ലോ. അപ്പോൾ അതിനായിട്ടൊരു റെസ്റ്റോറൻറ്റിൽ പോയി. ഇവിടെ എല്ലായിടത്തും മദ്യം അടക്കം പല സംഭവങ്ങളും പരസ്യമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വേണമെങ്കിൽ മേടിച്ച് കുടിക്കാം, ഒരു തടസ്സമില്ല. പക്ഷെ അങ്ങനെ മേടിച്ച് കുടിക്കുന്നവരെയോ റോട്ടി കിടക്കുന്നവരെയോ ഇവിടെ അങ്ങനെ കാണാനും പറ്റില്ല. ഇത് ചിക്കൻ മഷ്റൂം സൂപ്പാണ്. എൻ്റെ കൂടെയുള്ളവർക്ക് മോമോസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എത്ര കിട്ടിയാലും അവർ കഴിച്ചോളും. എനിക്ക് ഒരെണ്ണം പോലും തരൂല. പകരം എനിക്ക് ഫ്രൈഡ് റൈസ് തന്നു. പിന്നെ ഈ ചിക്കനും. നമ്മുടെ കാവിങ് ഫോക്ക് പോലത്തെ ഒരു സാധനമാണ് കിട്ടിയത്. അതിപ്പോൾ വിശന്ന് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഫോർക്കാന്നൊന്നും ഞാൻ നോക്കാറൊന്നുമില്ല. ഭൂട്ടാനിൽ പോർക്കിൻ്റെ ഒരു ഫെസ്റ്റിവലാണ്. ഈ ഡ്രൈഡ് പോക്കിട്ടിട്ടുള്ള നൂഡിലാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്ന ഡിഷ്. പക്ഷേ അതിനകത്തുള്ള ഡ്രൈഡ് പോർക്കില്ലേ, അത് ലേശം ഓവറായിട്ട് ഡ്രൈ ആയിപ്പോയി. ഭക്ഷണമൊക്കെ മടുത്തിട്ട് അടുത്ത റെസ്റ്റോറൻറ്റിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുന്ന 2 പേരെ കണ്ട. പുറത്താണെങ്കിൽ എന്തൊരു തണുപ്പാണെന്നറിയോ. ഒരാവശ്യമില്ലാതെ പുഴ കണ്ടപ്പോൾ അവിടെ നിർത്തുകയും ചെയ്തു. പക്ഷേ ലോകത്തിലെ പല രാജ്യങ്ങളിലെ പല സിറ്റീസിലെയും പുഴകളുടെ സൈഡിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. ലണ്ടനിൽ തേംസ്, ന്യൂയോർക്കിൽ ഹഡ്സൺ, ബാങ്കോക്കിൽ ആ പുഴയുടെ പേര് ഞാൻ മറന്നു, വലിയൊരു പുഴയാണ്. എൻ്റെ ഒരു ബ്ലോഗിലുണ്ട് അത്, ആ സംഭവം. ഡൽഹിയിൽ യമുന, എത്രയോ പുഴകൾ. എവിടെയെങ്കിലും ഇത്രയും നല്ല വെള്ളം കണ്ടതായിട്ട് ഒരു ഓർമ്മയുമില്ല. ആ പുഴകളെല്ലാം കലങ്ങിയിരിക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ പേടി തോന്നുവാണ്. ഇതങ്ങനല്ല. പിറ്റേന്ന് രാവിലെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും സീൻ കംപ്ലീറ്റ് മാറി. ഫുള്ള് പച്ച മരങ്ങളും നീലാകാശമായിരുന്ന പാറോ ഇങ്ങനെയായിരുന്നു. രാത്രി ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ മഞ്ഞ് പെയ്യായിരുന്നു. ഈ രാവിലെയും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണാം ഇങ്ങനെ. യൂറോപ്പിലല്ലാതെ വേറെ എവിടെയും മഞ്ഞ് പെയ്യുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. തലേ ദിവസം ഇങ്ങനെ കിടന്ന സ്ഥലം ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഇങ്ങനെയായി. വലിയ മഞ്ഞ് വീഴ്ച ആയതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഞങ്ങൾ താമസിക്കുന്ന റൂംസിൻ്റെ സൈഡിൽ വലിയൊരു ഹാളുണ്ട്. അവിടെ പഴയൊരു എക്യുപ്മെൻ്റ് ഉണ്ട് റൂം ചൂടാക്കാനുള്ള. അവിടെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു VIP ആണ്. ഇവളുമാര് കാലുമേ കാലും കയറ്റി വെച്ചോണ്ട് ഇരിക്കുള്ളൂ, നമ്മളിരുന്ന് കഷ്ടപ്പെടുകയും ചെയ്യും.
ഇവരൊക്കെ ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന കുട്ടികളാണ്. അവർ വന്നിട്ട് നമുക്ക് പാട്ടൊക്കെ പാടി തന്ന് സന്തോഷിപ്പിക്കുകയാണ്. ഭൂട്ടാനിൽ എല്ലാവരും എപ്പോഴും പൊതുവേ കാണുമ്പോൾ ഹാപ്പിയാണ്. ഇങ്ങനെ തുടർച്ചയായിട്ട് 2 ദിവസം മഞ്ഞ് പെയ്യുന്നത് ഞാൻ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊന്ന് ആഘോഷിക്കാൻ വേണ്ടി പുറത്തോട്ടിറങ്ങി. ചെറുതായി ഒന്ന് വീണു. അതൊന്നും പിന്നെ കാര്യം കണ്ടോ, നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണമല്ലോ. ഇങ്ങനെ മഞ്ഞ് പെയ്തത് കൊണ്ട് മാത്രമാണ് അന്ന് ആ ഹോട്ടലിൽ തന്നെ നിൽക്കാനും അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങാനും അതിന് ചുറ്റുമുള്ള ഭംഗിയുള്ള കാഴ്ചകൾ കാണാനും പറ്റിയത്. ടൈഗേഴ്സ് നെസ്റ്റ് എന്ന് പറഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ്റെ തൊട്ടടുത്താണ് ഈ ഹോട്ടലുള്ളത്. അവരോട് ചോദിച്ചു ഈ ടൈഗേഴ്സ് നെസ്റ്റ് എന്താന്ന്. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും, അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നടക്കാനേ പറ്റുള്ളൂ, പിന്നെ പുലിയൊക്കെ നിസ്സാരമായിട്ട് ഇറങ്ങും, പുലിക്ക് താമസിക്കാനുള്ളൊരു സ്ഥലമാണ്, നമ്മൾ മനുഷ്യന്മാരവിടെ പോയി കഴിഞ്ഞാൽ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ വരുന്നു, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഭൂട്ടാനിൽ എന്തുകൊണ്ടാണ് ഇത്രയും സന്തോഷം എന്ന് അവിടെ ഇരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം. ഉദാഹരണത്തിന് ടാക്സി വിളിക്കുമ്പോൾ തന്നെ ഒരു ടാക്സി സ്റ്റാൻഡിൽ ടാക്സി വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ വലിയ മത്സരമൊന്നുമില്ല. ഞങ്ങളവിടെ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി 1-2 വെജിറ്റബിൾ മാർക്കറ്റുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള കച്ചവടക്കാർ തമ്മിലും വേറൊരാളുടെ കസ്റ്റമറെ തട്ടിയെടുക്കാനുള്ള മത്സരം ഒന്നുമില്ല. ഇപ്പോൾ ഹോട്ടലുകൾ തമ്മിൽ, ഞങ്ങളുടെ താമസിച്ച ഹോട്ടലിൽ തന്നെ 2-3 പേര് റൂമിന് ചോദിച്ചു വന്നപ്പോൾ അവിടെ ഫുള്ളി ബുക്ക്ഡ് ആയിരുന്നു. അവർ തന്നെ വേറൊരു സ്ഥലത്ത് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. വേറൊരാളുടെ ഒന്നും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല. അത് വലിയൊരു നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് ഞങ്ങൾക്ക് തോന്നി. മാത്രമല്ല, ഒരാളെക്കുറിച്ച് വേറൊരാൾ കുറ്റം പറഞ്ഞൊരു അനുഭവം ഭൂട്ടാനിൽ ഞങ്ങൾക്ക് ഉണ്ടായില്ല. നമ്മൾ പലയിടത്തും പോയിട്ട് പലരെയും കുറിച്ച് അന്വേഷിക്കുമല്ലോ, ആ റെസ്റ്റോറൻറ്റ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഇന്ന് കടയിൽ പോയിട്ട് ഇന്ന് സാധനങ്ങൾ വാങ്ങിച്ച സൊവനീസ് വാങ്ങിച്ചാൽ എങ്ങനെ ഇരിക്കും. എല്ലാം ആൾക്കാർ അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്ന് വസ്തുതാപരമായി പറഞ്ഞു തന്നതല്ലാതെ ഒരു കുറ്റം പറയുന്ന അനുഭവം ഉണ്ടായില്ല. തൊട്ടടുത്ത ദിവസമാണ് മഞ്ഞ് ചെറുതായി ഒന്ന് അടങ്ങി. ഞങ്ങൾക്ക് ഭൂട്ടാനിൽ നിന്ന് പോകാൻ നേരമായി. അപ്പോഴേക്കും ആരാധികമാരുടെ ശല്യം. എന്താ ചെയ്യാൻ, ഹിമാലയത്തിന്റെ അപ്പുറത്ത് മഞ്ഞ് പെയ്യുന്നതൊന്നും അറിയാതെ ഇപ്പുറത്ത് ഡൽഹിയിൽ അപ്പോഴും സഞ്ചാരികൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. പല രാജ്യങ്ങളിൽ ഈ യാത്രകൾക്കിടയിൽ ഇതുപോലെ മദ്യം പരസ്യമായിട്ട് വിൽക്കുന്ന പല രാജ്യങ്ങളും കാണാറുണ്ട്. ഇതൊരു സാധാരണ സൂപ്പർ മാർക്കറ്റാണ്, ഇവിടെ എന്ത് വേണമെങ്കിലും കിട്ടും മദ്യം വാങ്ങിക്കാൻ. ഇതിൻ്റെ ഒന്നും പേരിൽ അവിടെ ഒരു അക്രമമോ കുഴപ്പമോ ഒന്നും ആ രാജ്യത്ത് കാണാനും പറ്റിയില്ല. ഉത്തരവാദിത്തം ജനങ്ങൾക്കാണ് ഉണ്ടാവേണ്ടത്, അല്ലാതെ കുടിക്കുന്ന മദ്യത്തിനല്ല.